ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ഡോക്ടർ മസാരു ഇമോട്ടോയുടെ ഒരു പുസ്തകമുണ്ട്. 2004 പബ്ലിഷ് ചെയ്തതാണ്. ദ ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ട്. അദ്ദേഹം നടത്തിയ ചില സ്യൂഡോ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഫൈൻഡിങ്സാണ് ഈ പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് വാട്ടറിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ്. എക്സാമ്പിളായിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അതിനോട് നെഗറ്റീവായിട്ട് പെരുമാറുക, അതിനെ കേഴ്സ് ചെയ്യുക, ഐ ഹേറ്റ് യു, യു ആർ യൂസ്ലെസ് എന്നൊക്കെ പറയാം. വേറൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അതിനോട് പോസിറ്റീവായിട്ട് പെരുമാറുക, ഐ ലവ് യു, ഐ താങ്ക് യു എന്നൊക്കെ പറയാം. എന്നിട്ട് ഈ 2 ബോട്ടിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് ഈ കേഴ്സ് കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, അതിൽ കെയോട്ടിക് ആയിട്ടുള്ള ഫോർമേഷൻസാണ്, രൂപമില്ലാത്ത ഭംഗിയില്ലാത്ത കുറേ ഫോർമേഷൻസാണ് കണ്ടത്. പക്ഷേ ബ്ലെസ്സിങ് കിട്ടിയ വെള്ളത്തിൽ ബേർഡ് ടേക്കിംഗ് ആയിട്ടുള്ള ഫോർമേഷൻസാണ്, ആർട്ടിസ്റ്റിക് പീസുകളാണ് അദ്ദേഹം കണ്ടത്, ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോർമേഷൻസ്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ശരീരത്തിൽ 70% വെള്ളമാണ്. അപ്പോൾ അവൻ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ചിന്തകളെ, ശരീരത്തെ മുഴുവൻ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരുവന് വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് അവൻ്റെ ശരീരത്തെ ശുദ്ധമാക്കാനും പറ്റും, അവൻ്റെ ശരീരത്തെ അശുദ്ധമാക്കാനും പറ്റും, മലിനമാക്കാനും പറ്റും. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ നിറയെ ശത്രുതയും വെറുപ്പും മോശമൊക്കെയാണ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ചിന്തയും അവൻ്റെ ശരീരവും അങ്ങനെ ആയിട്ട് മാറും. പക്ഷേ ഒരുവൻ്റെ ഉള്ളിൽ വൈരാഗ്യമില്ല, ശത്രുതയില്ല, എപ്പോഴും നല്ല ചിന്തകൾ മാത്രമാണെങ്കിലോ അതവൻ്റെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ദ ഗോസ്പലിൽ ഈശോ അതാ പറയാം, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പനെ പോലെ നമ്മളും പെർഫെക്റ്റായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ സ്നേഹം കൊണ്ടും നമുക്ക് നമ്മുടെ ശരീരത്തെ പെർഫെക്റ്റാക്കി മാറ്റാൻ പറ്റും, മെച്ചോർഡാക്കി മാറ്റാൻ പറ്റും.